ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ ഇവിടെ ആറാട്ടാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും നല്ല നല്ല കടകളൊക്കെ ഉണ്ട്. ഞാൻ മെയിനായിട്ട് കടകൾ കയറാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. കുറേ കൃഷ്ണന്മാരും ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രതിമകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഒരുപാട് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 5 ആനകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന 2-3 ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ എന്തായാലും വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ 2-3 പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ എന്നെ കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 100 രൂപ കൊണ്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. 100 രൂപയ്ക്കുള്ളിൽ ഷോപ്പിംഗ് ചെയ്യാനാണ് വിചാരിച്ചത്. ഷോപ്പിംഗ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു 1-2 ഐറ്റം വാങ്ങിക്കാത്ത അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കടകൾ കേട്ടോ. അപ്പോൾ അത് തന്നെ ഈ ഒരു ഇറേസർ നോക്കി. ഇറേസർ ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഒരെണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു ഇറേസർ. അപ്പോൾ അതിന് 40 രൂപ. പിന്നെ ഈ ഒരു കാറിൻ്റെ പെൻ കേട്ടോ. ഇത് ഞാൻ പിന്നെ പോയി നോക്കിയപ്പോൾ ആ ഒരു പേന ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ആരോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നതായിട്ടില്ലേ, എനിക്കതിൻ്റെ പേരറിയില്ല. പക്ഷേ ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കാണാത്തൊന്ന് കണ്ടു നോക്കാൻ താഴെ ഒന്ന് കൊടുത്തേക്കാട്ടോ. പിന്നെ ഇവിടെ കുറേ ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസിൻ്റെ ഒന്ന് പേര് എന്നോട് ചോദിക്കരുത്, കാരണം എനിക്കറിയില്ല. നല്ല നല്ല ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരം ഞാനിത് കണ്ടു. അപ്പോൾ അച്ഛൻ ദാ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡാൻസ്. ഒരു 3-4 ഡാൻസ് ഞാൻ അവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സാധാരണ കടയിൽ വന്നിട്ട് വേഗം വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം കുറച്ച് നേരം ഇരുന്ന് ഞാൻ ഡാൻസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സത്യം പോലെ ഡാൻസുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം നേരം ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ആറാട്ടിൻ്റെ ഒരു വീഡിയോ കേട്ടോ. ആറാട്ടിന് അത് ഇങ്ങനെ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലിവിടെ ആന വന്ന് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ കുറേ പടക്കം പൊടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. പണ്ടൊക്കെ എനിക്ക് പടക്കം ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം അധികം പേടിയൊന്നുമില്ല. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടക്കം പൊട്ടുന്നത് കാണാൻ വേണ്ടി. ചെറിയൊരു പേടിയുണ്ടെന്നാലും ഓക്കെ. ഇപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിലേറെ ആൾക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞതിനെക്കാട്ടിലും ഒരുപാട് ആൾക്കാർ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഈ പടക്കമൊക്കെ പൊട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കടയിൽ നിന്ന് കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഈ ചെണ്ട കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, ക്ലാസ്മേറ്റാണ്. അപ്പോൾ അവൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ആ നിൽക്കണമല്ലേ അവനാണ് കേട്ടോ എൻ്റെ ക്ലാസ്മേറ്റ്. അപ്പം ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഫിനിഷ് ആക്കിയപ്പോൾ കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ ആനയിൽ കയറിയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകുന്നത്. ഒരു മണിയാകുമ്പോഴാണ് വരുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 11:30 വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് വീട്ടിൽ പോയിട്ട് 1 മണിയാകുമ്പോൾ തിരിച്ച് വരാമെന്ന്. പക്ഷേ അത് വേണ്ടി വന്നില്ല. 11 മണിയായപ്പം ആന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ.